പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിയ ഫാത്തിമയുടെ അതേപോലെ ഒരു സംഭവം പ്രതീക്ഷ കൈവിടാതെ നമ്മൾക്ക് കാത്തിരിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ കാണാതാവുകയും തട്ടിക്കൊണ്ട് പോകുന്ന വാർത്തയും കേട്ട് മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടണേ എന്ന്. ദിയ ഫാത്തിമ മോളുടെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയേണ്ടത് ജുനൈദാണ്. അപ്പോൾ ജുനൈദിൻ്റെ വീഡിയോസ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായതുകൊണ്ടാണ് ഒരുപാട് പേര് കമൻസ് വഴിയുമൊക്കെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കേസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഇതിനെപ്പറ്റിയുള്ള സൂചനകളോ തെളിവുകളോ ഒക്കെ ഈ അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ പുറത്ത് പറയുന്നത് വന്ന് അന്വേഷണത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ജുനൈദ് അപ്ഡേറ്റ്സ് ഒന്നും തരാതിരിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ജുനൈദിനോട് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം അത് വീഡിയോ വഴി എല്ലാവരെയും അറിയിക്കാം എന്നതായിരുന്നു. കാണാതായ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ജുനൈദ് പരിശ്രമിക്കുന്നത് വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും. ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ വഴി അപ്ഡേറ്റ്സ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ദിയ മോളെ പോലെ അതുപോലെ തന്നെ 1.5 വയസ്സുള്ള ഒരു മോളെ ഹൈദരാബാദിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. टोटल 4 टीम बना के 3 टीम बना के पूरा 100 से ज़्यादा डीसी कैमरा चेक करके हम लोग उनको ट्रेस करके जो किडनैप किया और जो बच्ची को दोनों को विदिन 5 घंटे के अंदर ही हम लोग उसको बच्ची को सेव कर पाया एंड उनको पेरेंट्स को हैंड ओवर किया. डिटेल्स पे जाएंगे तो एक्चुअली कल शाम को 3 बजे के आसपास बच्ची का जो फैमिली है सभी लोग पास में आए थे, किशन पार्क में. तो जो टिकट खरीदने गए थे तो बच्ची बाहर तो उसके ग्रुप से बाहर आ गए. तो अक्यूज जो है नसीम बेगम, ये भी किशन पार्क के रहने वाली महमूद नगर. तो उनका जो बच्चों पे एक बेटी है आयशा बेगम सबसे बड़ी है, जिनका कोई बच्चा नहीं है. ഈ സംഭവം നടന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേരെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുറ്റകൃത്യം നടന്ന് 5 മണിക്കൂറിനുള്ളിൽ തന്നെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 62 വയസ്സുള്ള നസീം ബീഗം, 32 വയസ്സുള്ള വസീം ബീഗം എന്ന് വിളിക്കുന്ന ആയിഷ ബീഗം എന്നിവരാണ്. ഈ 2 പേരുമാണ് ഇതിലെ പ്രതികൾ. ഇന്റൽ ലഭിച്ച ഉടൻ തന്നെ 3 ടീമുകളായി തിരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് പോലീസ് നടപടികൾ ആരംഭിക്കുകയും ഏകദേശം 100 CCTV ക്യാമറകൾ പരിശോധിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന പ്രതികളെ പെട്ടെന്ന് പോലീസിന് പിടികൂടി കുഞ്ഞിനെ വിജയകരമായിട്ട് മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനും പോലീസിന് കഴിഞ്ഞു. ഇതിൽ ആയിഷ ബീഗത്തിന് കുട്ടികളില്ലാത്തതിനാൽ ആണ് ഈ തട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പരിപാടി അവർ ആസൂത്രണം ചെയ്തതും. ഈ പെൺകുഞ്ഞ് കിഷൻ ബാഗ് പാർക്കിൽ മാതാപിതാക്കളോടൊപ്പം വന്നിരുന്നപ്പോഴേക്കും മാതാപിതാക്കൾ ടിക്കറ്റ് വാങ്ങിക്കാൻ കൗണ്ടറിൽ പോയ സമയം കൊണ്ടാണ് ഇവർ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പോലീസ് വിജയകരമായിട്ട് ഇവരെ കണ്ടുപിടിച്ച് പിടികൂടുകയും ചെയ്തത്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ ഓരോരോ 8 മിനിറ്റിലും ഒരു കുഞ്ഞിനെ ഇന്ത്യയിൽ കാണാതാകുന്നു എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഈ മാതാപിതാക്കൾ വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം സൂക്ഷിക്കുവാനും കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ വേണ്ടത്ര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് വേണ്ടിയിട്ട് കൂടിയാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒരു അളവിൽ ഈ തട്ടിക്കൊണ്ട് പോകുന്ന പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ CCTV ക്യാമറകളുടെ ഉപയോഗം പിന്നെയും വ്യക്തമാക്കുന്നതാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി ജുനൈദ് പറഞ്ഞതുപോലെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. മോളെ പെട്ടെന്ന് തന്നെ ജുനൈദിനെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കേസിൻ്റെ നടപടികൾ പോലീസ് വളരെ വേഗത്തിലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ലൊരു അപ്ഡേറ്റുമായിട്ട് ജുനൈദ് വേഗം വീഡിയോയുമായിട്ട് എത്തട്ടെ. ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.